ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ മലേഷ്യയിലെ ലങ്കാവി എന്ന ദ്വീപിലെ കുറച്ച് വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടോ എന്ന് കണ്ടു നോക്കണേ. ഇത് ഞങ്ങളുടെ ലങ്കാവിലെ രണ്ടാമത്തെ ദിവസം തന്നെയാണ്. രാവിലെ ഞങ്ങൾ മാംഗ്രൂവ് ഫോറസ്റ്റ് കാണാൻ പോയി ബോട്ടിങ്ങിന്. അത് കണ്ടു കഴിഞ്ഞ് റിട്ടേൺ വരുന്ന വഴിക്ക് സ്കൈ ക്യാബ് കയറാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയതാണ്. വലിയ ഒരു മലയുടെ താഴ്വാരമാണ് ഇത്. ഇവിടെ നല്ല ഭംഗിയായിട്ട് റിസോർട്ടുകളും ഹോട്ടലുകളും പിന്നെ റെസ്റ്റോറൻറ്റുകളും പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പല വിധത്തിലുള്ള ആക്ടിവിറ്റീസുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ വരുന്ന വഴിക്ക് ഒരുപാട് കടകളുണ്ടായിരുന്നേ. അതിലൊക്കെ കയറി റേറ്റ് നോക്കുമ്പോൾ നല്ല കൂടുതലാണ്. അപ്പോൾ അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ഇത് ഇവിടുന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ലാഭമെന്ന് തോന്നിയേ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ടിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അഡൾട്ടിന് 85 റിങ്കറ്റും കുട്ടികൾക്ക് ഒരാൾക്ക് 60 റിങ്കറ്റുമാണ് വരുന്നത്. പിന്നെ മലേഷ്യൻസിനാണെങ്കിൽ റേറ്റ് കുറവായിരിക്കും, നമ്മുടേക്കാളും റേറ്റ് കുറവായിരിക്കും അവർക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിൻ്റെ വിവരങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ടാഗ് നമ്മുടെ കയ്യിൽ കെട്ടിത്തരും. അപ്പോൾ ഞങ്ങൾ സ്കൈ ക്യാബും സ്കൈ ബ്രിഡ്ജും ആണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്കാൻ ചെയ്തിട്ട് അകത്തേക്ക് പോവുകയാണേ. ഞാനാണെങ്കിൽ ആദ്യമായിട്ടോ ഇത്രയും ഹൈറ്റിലുള്ള ഒരു സ്കൈ ക്യാബിൽ കയറാൻ വേണ്ടി പോകുന്നത്. ഈ യന്ത്രം കണ്ടപ്പോൾ തന്നെ എനിക്ക് തല അറിയാം. എനിക്ക് ഭയങ്കര പേടിയാണ് നല്ല ഹൈറ്റിൽ പോകാനും നല്ല ഹൈറ്റിൽ നിന്ന് താഴേക്ക് നോക്കാനും ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ആദ്യമായിട്ടാണ് കയറാൻ പോകുന്നത്. പിള്ളേർക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ, അവർക്ക് കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർ കൂളായിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ക്യൂ നിൽക്കുവാണ് ഞങ്ങളുടെ ക്യാബ് വരാനായിട്ട്. അങ്ങനെ സ്കൈ ക്യാബിൽ കയറിയ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമേ. അങ്ങനെ ഞങ്ങൾ മലയുടെ മുകളിലെത്തി. ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. കാരണം കടൽ കാണാം താഴോട്ട് നോക്കുമ്പോഴത്തേക്കും. അത്രയും താഴ്ചയിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഫീലാണ്. പിന്നെ ഇത്രയും വലിയ മലയുടെ മണ്ടയ്ക്ക് ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ഒരു അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. പിന്നെ നമ്മളെ ചുറ്റിപ്പറ്റി ഇഷ്ടംപോലെ മങ്കീസ് ആട്ടോ ഉള്ളത്. നമ്മൾ എന്തെങ്കിലും ഫുഡ് കൊണ്ടുവരുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടപ്പുണ്ട്. പിന്നെ ഇപ്പുറ സൈഡിൽ നോക്കിയാൽ ഈഗിൾ സ്കൈ വാക്കാണ് കേട്ടോ മുകളിൽ കാണുന്നത്. അവിടെ ഒരു വലിയ പരുന്തിൻ്റെ കുറേ മുട്ടകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ സ്കൈ ക്യാബിൻ്റെ ഈ പില്ലറുണ്ടല്ലോ, ഈ പില്ലറിൻ്റെ താഴ്ഭാഗത്തു കൂടെ നമ്മൾ നടന്നിട്ട് കുറച്ച് അങ്ങോട്ട് കാട്ടിക്കൂടെ നടന്ന് ഇറങ്ങി മുകളിലോട്ട് കയറുമ്പോഴത്തേക്കും നമുക്ക് സ്കൈ ബ്രിഡ്ജ് കാണാൻ വേണ്ടി പറ്റും. വണ്ടിക്കും പോകാം, ചെറിയൊരു ക്യാബ് ഉണ്ട് അതിന്, അത് അവിടെ കാണുന്ന ക്യാബ്, അതിനും പോകാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ കാട്ടുവഴി കൂടെ നടന്ന് സ്കൈ ബ്രിഡ്ജിലോട്ട് എത്താൻ വേണ്ടി പറ്റും. കുറച്ചധികം നടക്കാനുണ്ട്. പോകുന്ന വഴി മുഴുവനും മങ്കീസാട്ടോ. നമ്മൾ ഉപദ്രവിക്കുകയൊന്നുമില്ല, പക്ഷേ നമ്മുടെ അടുത്തൂടെ വന്നിട്ട് പോകും. നമ്മൾ ഫീഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉപദ്രവിക്കുന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ ഒരുപാട് നടക്കാനുണ്ട്. അങ്ങനെ കാട്ടിക്കൂടെ നല്ല വെയിൽ വരുന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ സ്കൈ ബ്രിഡ്ജിന് അവിടെ എത്തി കേട്ടോ. സ്കൈ ബ്രിഡ്ജ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പേടിയായി. പക്ഷേ ഞാൻ അതിൻ്റെ എൻട്രൻസിൽ മാത്രമേ നിന്നിട്ടുള്ളൂ. സ്കൈ ബ്രിഡ്ജിലേക്ക് നടക്കാൻ വേണ്ടി ഞാൻ പോയില്ല കേട്ടോ. പക്ഷേ ഭയങ്കര പേടിയായിരുന്നു. അത്രയ്ക്ക് ഹൈറ്റാണ്. താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും തല ഇറങ്ങും. എല്ലാവരും തന്നെ പോകുന്നുണ്ട്. പോയിട്ട് കുറച്ച് പേര് സെൻറ്റർ എത്തിയപ്പോൾ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. പേടിച്ചിട്ടാണോ എന്നറിയില്ല. പിന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റ് വീശുമ്പോഴത്തേക്കും ചെറിയൊരു ആട്ടവും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ പോയില്ല. എന്താണെങ്കിലും എനിക്ക് താഴോട്ട് നോക്കുമ്പോൾ തന്നെ തല ഇറങ്ങുന്ന ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സ്കൈ ബ്രിഡ്ജ് കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് മുകളിലോട്ട് പോകണമെങ്കിൽ ക്യാബ് എടുക്കാം. ചെറിയ ക്യാബുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് ഈ പ്രാവശ്യത്ത് കാണുന്നത് കേട്ടോ. ഇവിടെ കാണാൻ അതിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. അതിനും ടിക്കറ്റ് ഉണ്ട്. ഒരാൾക്ക് 10 റിങ്കറ്റാണ്. അപ്പോൾ ഞങ്ങൾ ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ളൂ. തിരിച്ച് കാട്ടിക്കൂടെ നടക്കാൻ വേണ്ടി വയ്യ, അത്രയും നടക്കാനുണ്ട് മുകളിലോട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ക്യാബിന് പോകാൻ വിചാരിച്ചു. ക്യാബിൽ കയറി ഞങ്ങൾ. പിന്നെ അഡ്വഞ്ചർ ട്രിപ്പ് ഇഷ്ടമുള്ളവർക്ക് സ്കൈ ബ്രിഡ്ജും സ്കൈ ക്യാബും ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. എനിക്ക് പേടിയായതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. ഭയങ്കര ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അത് ഭയങ്കര ഒരു ഫീലായിരിക്കും സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഞങ്ങൾ റിട്ടേൺ പോവാം കേട്ടോ താഴോട്ട്. ഞങ്ങൾ വന്ന സ്ഥലത്തേക്ക് തന്നെ റിട്ടേൺ പോകാൻ പോവാണ്. ഇത്രയും ഹൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പം മലകളും കടലും ഒന്നിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്.
ഞങ്ങളുടെ ക്യാബ് സ്പീഡ് കുറച്ചാട്ടോ പോയിക്കൊണ്ടിരുന്നത്. അത് തന്നെ വലിയ ഉപകാരമായി. പക്ഷേ താഴോട്ട് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ദൂരമുണ്ട് പോകാനായിട്ട്, ഒത്തിരി ദൂരമുണ്ട് ഇങ്ങനെ പോകാനായിട്ട്. മെല്ലെ പോകുന്നതുകൊണ്ടും ദൂരം കൂടും. അപ്പോൾ ഒരുപാട് ദൂരം ഇങ്ങനെ മെല്ലെ പോകുമ്പോഴത്തേക്ക് നമ്മൾ കാഴ്ചകളൊക്കെ മെല്ലെ മെല്ലെ കണ്ടു പോകുമ്പോഴത്തേക്ക് ഒരു തലകറക്കം പോലെയാണ്. അപ്പോൾ ഇത്രയും ദൂരം പിന്നിട്ട് നമ്മൾ മലയിൽ നിന്ന് ഇത്രയും ദൂരം പിന്നിട്ട് വന്നു. നല്ല വെയിലുമായിരുന്നു കേട്ടോ, നല്ല വെയിലും നല്ല ചൂടുമായിരുന്നു ഇവിടെ കാലാവസ്ഥ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫൈനലി കയറിയിടത്തോട്ട് തന്നെ തിരിച്ചിറങ്ങാൻ വേണ്ടി പോകുന്നു. ഇന്നിപ്പോൾ ഇത്രയേ ഉൾപ്പെടുത്തുന്നുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. ഇനി നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് പാരാസെയിലിങ്ങും ജെറ്റ്സ്കിയാണ്. അപ്പം കടൽ ആക്ടിവിറ്റീസാണ് ഇനി വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ, ബൈ.